നീ ഇവിടുന്ന് ഓട്ടം പോകത്തില്ല, ഞങ്ങൾ വിളിച്ച വണ്ടി പോയാൽ മതിയെന്ന് ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇവർ എൻ്റെ നേരെ അടുക്കുന്നത്. ഈ ഓട്ടോറിക്ഷക്കാർ ഇവർ 4 പേര് കൂടി എന്നെ ഇടിക്കാൻ വേണ്ടി തന്നെ ആയിട്ട് വട്ടം കൂടി നിന്ന് തള്ളി എന്നെ ആ കടയിലോട്ട് തള്ളി മറിച്ച് ഇടുക ചെയ്ത്. ആ സ്ത്രീ വരെ ഇറങ്ങി പേടിച്ച് ഓടി, വണ്ടിയിൽ നിന്ന് കയറാതെ അവർ ഓടി കുഞ്ഞുമായിട്ട്. കാരണം അവർക്ക് അവരുടെ കുഞ്ഞു വലുതാണ്. ഞങ്ങൾ വിളിച്ചൊരു വണ്ടിയുണ്ട്, ആ വണ്ടി വന്നിട്ട് ഇവിടുന്ന് ഇവർ പോയാൽ മതിയെന്ന്. ആംബുലൻസ് ഡ്രൈവറെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. കോട്ടയം ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി പരിസരത്താണ് ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള മാമൂട് സ്വദേശി ജെറിൻ മാത്യുവിനാണ് മർദ്ദനമേറ്റത്. അപകടത്തിൽ പരിക്കേറ്റ ഒരു കൈക്കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിൽ അക്രമത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഈ ജെറിൻ പറയുന്നത്. അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ ജെറിനെ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള കവാടത്തെങ്കിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കിടന്നാണ് ഓടുന്നത്. അങ്ങോട്ട് വരുമായിരുന്നു. വരുമ്പോഴത്തേക്കൊരു കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മ നമ്മളെ കയ്യിൽ അവർക്ക് കൈ നീട്ടാൻ പറ്റുന്നില്ല. അവർ കുഞ്ഞുമായിട്ട് ചെരിഞ്ഞ് വണ്ടിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നപോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഗ്ലാസ് കാത്തിട്ട് അവരോട് ചോദിച്ചു, എന്താ ചേച്ചിന്ന് ചോദിച്ചു. അവർ പെട്ടെന്ന് എന്നോട് പറയുന്നത് കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ്ങാണ്. അപ്പം നമുക്ക് കാണാം കുഞ്ഞിന് കൈ ഇരിക്കുമല്ലോ. ഇപ്പം കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ്ങാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വരെ പോകണം. 9 മാസം പ്രായമുള്ളൂ. അപ്പം നമുക്ക് കാണുമ്പോൾ പറയാം കൈക്കുഞ്ഞാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വരും, വണ്ടിക്കകത്ത് വന്ന് കയറാൻ പറഞ്ഞു. അപ്പോൾ അത് കയറപ്പോഴത്തേക്ക് അവർ ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ഒരു 2-3 ഓട്ടോറിക്ഷക്കാർ അകത്ത് കിടന്ന് ഓടുന്ന ഒരു 4 പേരോളം ഉണ്ട്. അവർ അവിടെ നിന്ന് പറയുന്നു ഈ വണ്ടി ഇവിടുന്ന് ഓട്ടം പോവുകയല്ലെന്ന്. താങ്കളുടെ ആംബുലൻസ്? ഞാൻ പെട്ടെന്ന് അവരെ നോക്കിയിട്ട് ചോദിച്ചു, അതെന്താ ചേട്ടാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചൊരു വണ്ടിയുണ്ട്, ആ വണ്ടി വന്നിട്ട് ഇവിടുന്ന് ഇവർ പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു എമർജൻസി അല്ലേ, ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ സംസാരിക്കില്ല ചേട്ടാ, ഇത് ടാക്സിയോ ഓട്ടോറിക്ഷയോ അല്ലെന്ന് പറഞ്ഞു. ഇല്ല, ആകെ അടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവരോട് ഞാൻ ചേച്ചി അത് നോക്കണ്ട, നിങ്ങൾ ഇപ്പുറത്ത് പോവാ. ഞാൻ ഇപ്പുറത്ത് വന്ന് ഡോറ് തുറന്ന് കയറാൻ നേരത്ത് ഈ ഓട്ടോക്കാർ തന്നെ ആക്രമിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ സ്ലൈഡിംഗ് ഡോർ തള്ളി അങ്ങ് അടക്കി ശക്തമായിട്ട്. ചേച്ചി കയറാൻ വേണ്ടി കാല് വെക്കുന്നതിന് ഡോറ് തുറന്ന് കൊടുക്കുക ഞാൻ കയറാൻ വേണ്ടി, കുഞ്ഞുമായിട്ട് കയറണ്ടേ. അപ്പോൾ ഇവർ വലിച്ചടച്ചപ്പോഴത്തേക്ക് ഈ ചേച്ചി ഉൾപ്പെടെ തട്ടി വീഴുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സിലാണ് അടയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്ത് മര്യാദയോടെ കാണിക്കുന്നത്, നീ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു, ഈ ഓട്ടോ എടുത്തോണ്ട് നീ ഇവിടുന്ന് പോകത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ല, അത് ഓട്ടോ എടുക്കുന്ന കാര്യം ഇവിടെ പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി പെട്ടെന്ന് ഇവരുടെ ഈ ആ സൗണ്ടും ബഹളവും അങ്ങോട്ട് ഈ ചേച്ചി കുഞ്ഞുമായിട്ട് പെട്ടെന്ന് താഴോട്ട് ഓടി താഴത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഇവർ ഓട്ടോ വിളിച്ച് പോവുക ചെയ്ത്. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇവർ എൻ്റെ നേരെ അടുക്കുന്നത്, ഈ ഓട്ടോറിക്ഷക്കാർ. ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി എടുത്ത് സ്റ്റാൻഡിലോട്ട് എടുത്ത് തൊട്ട് താഴെ തന്നെ ഒരു 2 അടി അങ്ങോട്ട് മാറ്റി വണ്ടി ഇട്ടിട്ട് ഞാൻ തിരിഞ്ഞ് വണ്ടി അടച്ച് വരുമ്പോഴത്തേക്കാണ് ഇവർ 4 പേര് കൂടി എന്നെ ഇടിക്കാൻ വേണ്ടി തന്നെ ആയിട്ട് വട്ടം കൂടി നിന്ന് തള്ളി എന്നെ ആ കടയിലോട്ട് തള്ളി മറിച്ച് ഇടുക ചെയ്ത്. തള്ളി ഇട്ടിട്ട് ഇവരെന്നെ ഇടിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഞാനും അവരെന്നെ ഇടിച്ചപ്പോഴത്തേക്ക് ഞാനും തിരിച്ച് ഉപദ്രവിച്ചതാണ്. കാരണം എനിക്ക് നിലനിൽപ്പില്ല. കാരണം ഇവർ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ആക്രമിക്കുക, നമ്മളൊരു പ്രകോപനം ചെയ്യാതെ പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച എന്നെ ഇവർ അതുപോലും മനസ്സിലാക്കാതെ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ അതിനകത്ത് ആ തർക്കം ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഇവർ ഈ വണ്ടിയെ കയറാൻ ഈ കുഞ്ഞിനെ സമ്മതിക്കാത്ത വന്നതിന് ഒരു കാര്യം ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മ വന്നിട്ട് ആദ്യമേ ആംബുലൻസ് ഒന്നും സ്റ്റാൻഡിൽ കണ്ടില്ല. ആ സ്ത്രീ വന്നിട്ട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ഒരു ആംബുലൻസ് വിളിച്ചു തരാമെന്ന് ഓട്ടോക്കാരോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവർ ഒരു ആംബുലൻസ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ആ ആംബുലൻസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ല, മറ്റെവിടെയാണ് ആ ആംബുലൻസ് നിൽക്കുന്നത്. അപ്പം ഈ ആംബുലൻസ് അവിടെ നിന്ന് ഓടി വരണം. ഏതോ ഒരാളെ വിളിച്ചിട്ടുണ്ട്, ഇവർക്ക് ഇഷ്ടമുള്ള ഏതൊരു ആംബുലൻസിൻ്റെ നമ്പർ എടുത്ത് ഇവർ വിളിച്ചിട്ടുണ്ട്. നമുക്കത് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ യാദൃശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ അമ്മയ്ക്കൊരു ആംബുലൻസ് നോക്കി നിന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ എൻ്റെ വണ്ടിക്ക് കാണിച്ച് അവരുടെ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റി. ചിലപ്പോൾ ഇവർ വിളിച്ച ആംബുലൻസ് അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. പറഞ്ഞു അങ്ങനെയാണ് ഇവർക്ക് പ്രകോപനം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ വിളിച്ച വണ്ടിയെ പോയാൽ മതി, നീ ഇവിടെ കിടന്ന് ഓടുന്ന വ്യക്തി അല്ലെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർ ഓട്ടോറിക്ഷ ഓടിക്കാൻ കിടന്നത് ഓടിക്കുക, നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് അല്ല, അവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനിങ് കിട്ടിയ വ്യക്തികളാണ്. ഡോക്ടേഴ്സ് നമുക്ക് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, നമ്മൾ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണ്. അതായത് ഗോൾഡൻ മിനിറ്റ്സ് എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് നമ്മൾ ഇത്ര മിനിറ്റ് കൊണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണെങ്കിലും അതൊരു വ്യക്തിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവരെ ഇത്ര പെട്ടെന്ന് നമ്മൾ ഇത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ എത്തിക്കുകയോ രക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കർത്തവ്യം. ഞാൻ ആ സിറ്റുവേഷനിലെ കാണുന്നത് അങ്ങനെയാണ്. ഇവർ കാണുന്നത് ഞങ്ങൾ വിളിച്ച വണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ച വണ്ടിക്കാരന് ഇവർക്ക് എന്തെങ്കിലും ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമായിട്ട് ഇവർ വിളിച്ച് അത്രയും ഇവർ ബലം പിടിച്ച് എൻ്റെ വണ്ടിയോടെ ഫോഴ്സ് ചെയ്ത് നിർത്തുക. നീ ഇവിടുന്ന് പോകത്തില്ലെന്നാണ് പറയുന്നത്, ഞങ്ങൾ വിളിച്ച വണ്ടിയാണ് ഇവിടുന്ന് പോകത്തില്ലെന്ന്. അപ്പം ഞാൻ തന്നെ ഓർത്ത് ഇവർക്ക് എന്തൊരു കോമൺ സെൻസ് ഇല്ലാത്തൊരു വ്യക്തികളാണെന്നുള്ള രീതിയിലാണ് എനിക്ക്. അപ്പോൾ ഇവരങ്ങ് ആക്രോശിക്കുക, നീ ഇവിടുന്ന് പോകുകയല്ലെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ വേണ്ടി ഇവരോടൊരു വൈരാഗ്യമോ മുന്നായിട്ടുള്ള പരിചയമോ ഒന്നും എനിക്കില്ല. ഞാനിവിടെ വരുന്നു, എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോകുന്നു. കുഞ്ഞിൻ്റെ അവസ്ഥ നിലവിൽ എന്താണ്? അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. 2 പെൺകുട്ടികളാണ് വന്നത്, അവർക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിൽ ഇവർ പാർക്കിൽ പോയതാണ്. പാർക്കിൽ പോയപ്പോഴത്തേക്ക് വേറെ ഏതോ അഗ്രസീവായിട്ടൊരു കുഞ്ഞ് ഊഞ്ഞാൽ ശക്തമായിട്ട് വീശി വിട്ടപ്പോഴത്തേക്ക് ഈ ഊഞ്ഞാൽ വന്ന് ഈ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ അടിച്ച് കുഞ്ഞിൻ്റെ മൂക്കിന് നല്ല ഇഞ്ചേർഡായിട്ട് ബ്ലീഡിംഗ് ആണ്, നിർത്താതെ ബ്ലീഡിങ് വന്നിട്ട് ഒരു പുള്ളിക്കാരി കൂടത്തിൽ തന്നെ ഒരു പുള്ളിക്കാരി പാർക്കിൽ അപ്പോഴേ കുഴഞ്ഞ് വീണു. അപ്പോൾ കുഴഞ്ഞ് വീണ ആളെയും കൂടെ പാർക്കിൻ്റെ മാനേജർ കൂടി ഓട്ടോറിക്ഷ പിടിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിട്ടതാണ്. അങ്ങനെയാണ് അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് നേരെ ICUയിലോട്ടാണ് ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് 18 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട കേസാണ്. ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവിടെ തന്നെ കുറേ സമയം പോയി. എന്നിട്ട് ആ കുഞ്ഞ് ക്രിട്ടിക്കലായിട്ട് ICUയിലായിരുന്നു. ICUയിലായി
അതേ ആ സിറ്റുവേഷൻ അവർക്ക് തന്നെ ആ കുഞ്ഞിനെ എന്നാ ചെയ്യണമെന്ന് അവർക്ക് അറിയാതെ ഇപ്പോൾ അതുകൊണ്ടാണ് അമ്മ ആ കുഞ്ഞോട്ട് ഓടി താഴെ പോയി ഓട്ടോ വിളിച്ച് പോകുന്നത്. എന്നിട്ട് അവർ ഓട്ടോ വിളിച്ചാണ് പോകാൻ പറ്റിയത്. കാരണം ഈ ആംബുലൻസ് ഓൾറെഡി തടഞ്ഞിട്ടേക്കും, എന്നെ ആക്രമിച്ച് എൻ്റെ ഷർട്ടെല്ലാം വലിച്ച് കീറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും പേരുടെ മുന്നിൽ നമ്മൾ അവിടെ ഇൻസൾട്ട് ആവുകയാണ് ചെയ്യുന്നത് ഈ ഓട്ടോക്കാരുടെ ഒറ്റ പ്രവൃത്തി മൂലം. സംഭവത്തിൽ തങ്ങളെ മർദ്ദിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അട്ടർ നെഗ്ലിജൻസ് ആണ് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇവർ ഗവൺമെൻറ് ഹൗസിൽ കിടക്കുന്നത് പിന്നെ ഓട്ടോറിക്ഷക്കാരാണെന്ന് പോലും ഞാൻ ആലോചിച്ച് വരുന്ന നിമിഷം. കാരണം ഒരു കുഞ്ഞും അമ്മയും വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒലിച്ച് നിൽക്കുമോ കുഞ്ഞ്? ആ അമ്മ റിക്വസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്രിട്ടിക്കലാണ്, കുഞ്ഞിന്റെ ജീവന്റെ പ്രശ്നമാണ്. പിന്നെ എല്ലാവർക്കും അവരുടെ കുഞ്ഞ് വലുതാണ്. അത് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും സ്വന്തം കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ആ അനുഭവത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് അനുഭവം ഉണ്ടായിട്ട് ഞാൻ അതുപോലെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി ആംബുലൻസ് കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ്. ചേട്ടാ, ഇതുപോലെ തന്നെ വലിയൊരു ആരോപണം നടക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 13ഓളം സ്വകാര്യ ആംബുലൻസുകൾ നമുക്ക് ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഇവിടുത്തെ പല ജീവനക്കാരും അതുപോലെ ഓട്ടോക്കാരാണെങ്കിലും പല ആൾക്കാരാണെങ്കിലും ഒരു പ്രൈവറ്റ് ആംബുലൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവിടുന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓട്ടം കൊടുക്കുന്നുണ്ട്. അതൊരു വലിയൊരു പ്രശ്നം. ഞങ്ങൾ പലയിടത്തും കംപ്ലയിൻറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ഒരു നല്ലൊരു കറക്റ്റായിട്ടൊരു തീരുമാനം, ഒരു അന്വേഷണം ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ ഒരു പരാതി. കാരണം പല പ്രാവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ ഒത്തിരി ക്രിട്ടിക്കൽ കേസുകൾ ക്യാഷ്വാലിറ്റി വന്നു പറഞ്ഞാലും വെളി വണ്ടി കിടപ്പുണ്ടെങ്കിൽ പോലും അകത്ത് ഇതുപോലെ ഞാൻ ഇന്ന ആളെന്നല്ല, അതിനൊരു ജീവനക്കാർ തന്നെ ഇന്ന ആളെ വണ്ടി വിളിച്ച് ചില പല ദൂരെ നിന്ന് ഓടി വന്ന് എടുക്കേണ്ട സാഹചര്യം, വാതിക്കെ വണ്ടി ഉണ്ടെങ്കിൽ എടുക്കേണ്ട സാഹചര്യം പലതവണ ഉണ്ടായിട്ടും ഞങ്ങളിത് വർഷങ്ങളായിട്ട് ഞങ്ങളിതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് തീരുമാനമാക്കിയെടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. മർദ്ദനമേറ്റ ആംബുലൻസ് ഡ്രൈവർ ജെറിൻ മാത്യു ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മ വ്യക്തമാക്കി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.